ഹോ, ഇവിടെ എന്തൊരു തണുപ്പാ. ഇവിടെ ഈ മാസം ഇങ്ങനെയാണോ? ഇവിടെ ഈ മാസം ഇങ്ങനെയാണ്. അടുത്ത മാസം തൊട്ട് പിന്നെയും തണുപ്പ് കൂടും. എൻ്റെ അമ്മോ, എന്നെ വലിയ ഇതാണ്. ഇത് ഡാമടാ. ഡാമിൻ്റെ അടുത്തുനിന്ന് പിന്നെ വെള്ളം ഒഴുകി വരുന്ന കനാലാണത്. ഡാം അത് അങ്ങ് മുകളിൽ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്, ഡാമിൻ്റെ അങ്ങ് മുകളിലേക്ക്. ഇതാണ് കനാല്. മൊത്തം കാട് പിടിച്ച് കിടക്കാണ്. ഇതിലെങ്ങും ആൾക്കാർ സഞ്ചരിക്കുന്നില്ല. പകല് മാത്രം ആൾക്കാരുള്ളൂ. ഇതിൻ്റെ തൊട്ട് താഴെ കണ്ടൊക്കെ ഒന്ന് രണ്ട് വീടുകളുണ്ട്. അവർ മാത്രമേ ഇവിടെ പണ്ട് തൊട്ടുള്ളതായതുകൊണ്ട് അവർ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. അപ്പം അവരുടെ വണ്ടിയാണിത്. അവരിതിലേ വരുന്നതെന്നുള്ള അറിയത്തില്ല. എന്തായാലും ഡാമിൻ്റെ അങ്ങോട്ടേക്ക് കാട് പിടിച്ച് കിടക്കുക. കണ്ടില്ലേ? മൊത്തം ഒരാൾ പൊക്കത്ത് നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ കാണില്ല. അതുപോലത്തെ കാടാണ്. അത്രയ്ക്ക് പുല്ലെല്ലാം വളർന്ന് കാട് പിടിച്ച് കിടക്കുക. പണ്ടിതിലെ ജീപ്പൊക്കെ പോയിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ? ഈ രീതിയിൽ ഉള്ള ഒരു വണ്ടി, ഞാൻ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് വന്നിട്ടുള്ള പണ്ട് ഈ വീതിക്കകത്ത്. ഈ വണ്ടിക്ക് പോകാൻ കറക്റ്റ് വീതേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതെ തട്ടാതെ പോകണം. ഇതതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഈ കനാലിൻ്റെ അടിയിൽ കൂടെ തിരിച്ചു വിട്ടേക്കുക. ഇതാണ് ആ വെള്ളച്ചാട്ടം. നല്ല സൂപ്പർ വെള്ളച്ചാട്ടം. വലിയ ഇതില്ല, പക്ഷേ ചെറിയ വെള്ളച്ചാട്ടം. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന അതേപോലെയുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം. ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ചീപ്പ്. ഇത് ഈ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെള്ളത്തിലൂടെ ഒഴുകുന്നൊന്നും തടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. വല പോലെ കെട്ടിയിട്ടേക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഡാമിലേക്ക് കയറുകയാണ്. ഇതാണ് ഡാം കെട്ടിയിട്ടേക്കുന്നത്. ഇപ്പം വെള്ളം നിറഞ്ഞു വീഴാനുള്ള വെള്ളമില്ല. വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് നിറഞ്ഞ് മറുവശത്തേക്ക് ഒഴുകി വരും. ഇപ്പം വെള്ളം കനാലിലേക്ക് കറണ്ട് എടുക്കാൻ വേണ്ടി കനാലിലേക്ക് കൂടെ തുറന്നു വിട്ടേക്കുന്നുണ്ട്. ആ ഹൈറ്റിലുള്ള വെള്ളമേ ഉള്ളൂ. ഒഴുക്കുള്ള അത്രയേ ഉള്ളൂ. ഇനിയിപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വെള്ളം നിറഞ്ഞ് ഇത് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുള്ളൂ, പുഴയിൽ കൂടെ. അപ്പം ഇത് അതിൻ്റെ ഷട്ടറിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഷട്ടർ പോലെ ഇത് വെള്ളം തുറക്കാനും അടയ്ക്കാനും, കനാലിലേക്കുള്ള വെള്ളം തുറക്കാനും അടയ്ക്കാനുള്ള ഷട്ടർ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ചുറ്റുപാടും അങ്ങനെ ആൾക്കാരൊന്നും അപ്പുറം ഈ തോടിനക്കരയ്ക്ക് താമസിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ടും ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊന്നും വരുന്നൊന്നുമില്ല. പിന്നെ അവർ ഇതിൻ്റെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. KSBക്കാർ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഡാം. അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇത്രയേ ഉള്ളൂ. വെള്ളം മഴയ്ക്ക് നല്ല മഴ പെയ്ത് നല്ല വെള്ളം വന്നപ്പോഴത്തേക്കും നല്ല നിറച്ച് കിടക്കും. അതിൻ്റെ മുകളിലോട്ട് കയറി പോയ സ്റ്റെപ്പായിരുന്നു. ഇനിയിപ്പം നമ്മൾ നേരെ അക്കരയ്ക്ക് പോവാണ്. അക്കരയ്ക്ക് പണ്ട് ഒരു പാലം പണിതിട്ടുണ്ട്. ഇത് പണ്ട് ഇതിൻ്റെ ഡാമിൻ്റെ അക്കരെ പോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പാലമാണ്. കാരണം ഇക്കരെയുള്ള ആൾക്കാർക്ക് അപ്പുറത്ത് ഹോമിയോ ആശുപത്രിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പാലം ആണ്. പണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പാലം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡാമും പരിസരമായിട്ട് നല്ല പരിചയമാണ്. കാരണം ഇതുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഡാമും ടൂറിസ്റ്റ് കേന്ദ്രവും തുഷാരഗിരിയും ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ